counterfort retaining wall, design principles of components of counterfort retaining wall. അപ്പം counterfort retaining wall എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഇനി ആ counterfort retaining walls വരുന്ന കമ്പോണൻസിന്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പ്രോബ്ലം നമുക്കില്ല, ജസ്റ്റ് അതിന്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ്, തിയറി ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഓരോ കമ്പോണൻസിന്റെയും ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതിലെവിടെയാ ടെൻഷൻ വരുന്നത്, അപ്പൊ മെയിൻ ബാസ് എവിടെയായിരിക്കും, അതുപോലെ counterfortന്റെ ബിഹേവിയർ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ ബാസ് എങ്ങനെയാണ്, ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് counterfort retaining wall പ്രൊവൈഡ് ചെയ്യുക കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാനത്ത് 6 മീറ്ററിൽ കൂടുതൽ ആ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റ് വന്നാൽ അത് അൺഎക്കണോമിക്കലായി മാറും, അല്ലെ? അപ്പൊ 6 മീറ്ററിൽ കൂടുതൽ നമ്മൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ പോകാറില്ല. 6 മീറ്ററിൽ കൂടുതൽ റീറ്റെയിൻ ചെയ്യേണ്ട ഒരു കേസ് വന്നാൽ നമ്മൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിന് പകരം counterfort retaining wall ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കാൻഡിലിവർ റീറ്റെയിനിങ് വാളിനേക്കാളും കുറച്ചും കൂടി എക്കണോമിക്കൽ counterfort retaining wall ആണ്. Okay, when the height of the backfill is more than 6 meter, then counterfort retaining wall is used. അപ്പോൾ ബാക്ക്ഫില്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമ്മൾ counterfort retaining wall ആണ് യൂസ് ചെയ്യാം. It is uneconomical to provide cantilever retaining wall for larger heights as the section becomes very thick due to larger bending moments. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അൺഎക്കണോമിക്കൽ ആവുന്നത് കാൻഡിലിവർ റീറ്റെയിനിങ് വാള്? അപ്പം ഇത് കാൻഡിലിവറിന്റെ എഫക്റ്റാ, അല്ലെ? കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിലെ കമ്പോണൻസ് ആയിട്ടുള്ള ഹീൽ സ്ലാബും ടോ സ്ലാബും സ്റ്റെമ്മും എല്ലാം കാൻഡിലിവർ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? അതായത് അതിന്റെ സപ്പോർട്ടും ബാക്കി എല്ലാ എൻഡ്സും ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. കാൻഡിലിവർ പോലെ ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേത് ഫ്രീ എന്നുള്ള രീതിയിലാണ് എല്ലാ കമ്പോണൻസും എല്ലാ സ്ലാബ്സും അതിലുള്ള 3 സ്ലാബ്സും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫ്രീ എൻഡിനോട് ചേർന്നിട്ട് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0വും സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ച് ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. സപ്പോർട്ടിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റും ആണ്. അപ്പോൾ ആ ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, അതായത് കാൻഡിലിവർ ആയതുകൊണ്ട്. ഓക്കെ, ആ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കൂടുതൽ ബെൻഡിങ് മൊമെന്റ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ സെക്ഷൻസ് വളരെ കൂടുതൽ വേണ്ടി വരും, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ്സും വളരെയധികം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതായത് അതിന്റെ ക്രോസ് സെക്ഷൻ കോൺക്രീറ്റിന്റെ പോർഷനും നല്ല തിക്കായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുപോലെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റും ആ ബെൻഡിങ് മൊമെന്റ് അനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അൺഎക്കണോമിക്കലായി മാറും. ഓക്കെ, തിക്കർ സെക്ഷനും അതുപോലെ റീഇൻഫോഴ്സ്മെന്റിന്റെ അളവും കൂടുതൽ വരും. അപ്പം നോർമലി 6 മീറ്ററിൽ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ 6 മീറ്ററിൽ കൂടുതൽ ബാക്ക്ഫില്ല് വരുന്ന കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അങ്ങനെ വരുന്ന കേസിൽ counterfort retaining വാളിലേക്കാണ് നമ്മൾ പോവാം. ഓക്കെ, അപ്പൊ counterfort retaining വാൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ ഉള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് സ്റ്റെം, ടോ സ്ലാബ്, ഹീൽ സ്ലാബ്. ഓക്കെ, പിന്നെ അധികം വരുന്നത് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്നത് counterforts ആണ്. ഈ counterforts എന്ന് പറയുന്നത് ഒരു ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടും counterforts ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് counterforts ഉള്ളത്? സ്റ്റെമ്മിനെയും അതുപോലെ ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്തിട്ടായിരിക്കും. ഈ counterfort ഉള്ള അതേ സൈഡ് തന്നെയായിരിക്കും ബാക്ക്ഫില്ല് വരുന്നത്. ഓക്കെ, അപ്പം ബാക്ക്ഫില്ല് വരുമ്പം ആ സോയിൽ എന്ത് ചെയ്യും? counterfortനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അധികം കേസിലും. ഓക്കെ, അപ്പം counterfortsന്റെ counterfort ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ counterfort സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പം ഇതിൽ ഉണ്ടാവുന്ന കാൻഡിലിവർ റീറ്റെയിനിങ് വാളിനെ വെച്ചിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മും ഹീൽ സ്ലാബും കാൻഡിലിവർ പോലെയല്ല ഇതിൽ ആക്ട് ചെയ്യുന്നത്. കാരണം counterforts എന്തായിരിക്കും? സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും. സ്റ്റെമ്മിലും അതായത് സ്റ്റെം സ്ലാബിലും ഹീൽ സ്ലാബിലും സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിപ്പം ഹീൽ സ്ലാബാണ്. ഓക്കെ, ഹീൽ സ്ലാബ് ആണ് ഈ പോർഷൻ. ഇത് ടോ സ്ലാബ് ആണ്. ഇപ്പം ഈ പോർഷൻ ഹീൽ സ്ലാബ്, ഇത് ടോ സ്ലാബ്, ഇത് counterforts വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഇതിന്റെ ടോപ്പും അതുപോലെ counterforts ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ സ്റ്റെമ്മിന്റെ ടോപ്പ് പോർഷൻ ടോ സ്ലാബ്, ഹീൽ സ്ലാബ്,
അതുപോലെ ഈ കാണുന്നത് കൗണ്ടർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു, ഇപ്പൊ നിങ്ങൾ ഹീൽ സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ ഹീൽ സ്ലാബിന്റെ ഈ രണ്ട് സൈഡിലും ഇവിടെ സപ്പോർട്ടാ ശരിക്കും അല്ലെ, സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിംഗിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റെമ്മിലും അത് സപ്പോർട്ട്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ ഒരു കാൻഡിലീവർ എന്നുള്ള ഒരു എഫക്റ്റ് മാറിയിട്ട് ഒരു കണ്ടിന്യൂസ് സ്ലാബിന്റെ എഫക്റ്റ് ആണ് സ്റ്റെമ്മിലും ഹീലിലും വരുന്നത്. അല്ലെങ്കിൽ ഈ സ്റ്റെമ്മിന്റെ ഹീൽ സ്ലാബിന്റെ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് സ്ലാബ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ്. ഇപ്പൊ കാൻഡിലിവർ റീറ്റൈനിങ് വോളിലാണെങ്കിൽ സ്റ്റെം ആണെങ്കിൽ ഹീൽ ആണെങ്കിൽ ടോ സ്ലാബ് ഒക്കെ ആണെങ്കിലും അതിന്റെ ബിഹേവിയർ ഒരു കാൻഡിലിവർ സ്ലാബ് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ലോഡ് വരുന്ന സമയത്ത്. എന്നാൽ ഇവിടെ സ്റ്റെമ്മിനെയും ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്തിട്ട് കൗണ്ടർ ഫോഴ്സ് വന്നതോടുകൂടി കൗണ്ടർ ഫോഴ്സ് സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ കാൻഡിലിവർ സ്ലാബ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ മാറിയിട്ട് കണ്ടിന്യൂസ് സ്ലാബ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് മാറി കൗണ്ടർ ഫോഴ്സ് റീറ്റൈനിങ് വോൾ. ഇപ്പൊ കണ്ടിന്യൂസ് ആയി മാറുമ്പോൾ കണ്ടിന്യൂസ് സ്ലാബിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സ്ലാബ് ആകുമ്പോൾ അതിൽ ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രോസ് സെക്ഷന്റെ കേസ് ആണെങ്കിൽ കുറവ് മതി. അതുപോലെ റീഇൻഫോഴ്സ്മെന്റിന്റെ അളവും കണ്ടിന്യൂസ് ആകുമ്പോൾ കുറവ് മതി. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിന് ആ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ അളവ് കുറവ് മതി. അപ്പം ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞാൽ എക്കണോമിക്കൽ കൗണ്ടർ ഫോഴ്സ് റീറ്റൈനിങ് വോൾ ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞാൽ, അല്ലാതെ ഹൈറ്റ് കുറഞ്ഞ കേസിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൗണ്ടർ ഫോഴ്സിന്റെ അഡീഷണൽ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ കൂടെ വരുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. എന്നാൽ ഹൈറ്റ് കൂടുന്ന കേസിൽ കാൻഡിലിവറിനേക്കാളും എന്തുകൊണ്ടും എക്കണോമിക്കൽ കൗണ്ടർ ഫോഴ്സ് ആണ്. ഓക്കെ, അതായത് തിന്നർ ആയിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കും കാൻഡിലിവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ, അങ്ങനെ അത് എക്കണോമിക്കലായി മാറുന്നതാണ്. The structural behavior of the stem and heel in a counterfort wall, counterfort retaining wall is entirely different from the cantilever retaining wall. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെമ്മിന്റെയും ഹീലിന്റെയും കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വോളിലുള്ള ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് കാൻറ്റിലിവർ റീറ്റൈനിങ് വോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അതായത് കാൻറ്റിലിവറിലെ സ്റ്റെമ്മും ഹീലും, അതായത് സ്റ്റെം സ്ലാബും ഹീൽ സ്ലാബും കാൻറ്റിലിവർ റീറ്റൈനിങ് വോളിൽ കാൻറ്റിലിവർ സ്ലാബ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വോളിൽ ഇത് രണ്ടും കണ്ടിന്യൂസ് സ്ലാബ് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ആസ് ദ കൗണ്ടർ ഫോർട്ട് സപ്പോർട്ട്സ് സ്റ്റെം ആൻഡ് ഹീൽ, they behave like a continuous slab supported on the three edges, that is 2 at the counterfort and 1 on base slab. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സ്ലാബ് പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് സപ്പോർട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവാ, ഈ സ്ലാബ് രണ്ട് സപ്പോർട്ട്സും അതുപോലെ തന്നെ മൂന്നാമത്തത് ബേസ് സ്ലാബിലേക്ക്. ഓക്കെ, ബേസ് സ്ലാബിലേക്കാണ് മൂന്നാമത്തെ സപ്പോർട്ട് വരുന്നത്. മൊത്തത്തിൽ നമുക്ക് ബേസ് സ്ലാബ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ഈ പോർഷൻ മൂന്നാമത്തെ സപ്പോർട്ട് ബേസ് സ്ലാബിലാണ്, അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെ മൂന്നാമത്തെ സപ്പോർട്ടും ബേസ് സ്ലാബിലാണ് വരുന്നത്. ഓക്കെ, കൗണ്ടർ ഫോഴ്സ് സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും. 1, 2 ഇപ്പൊ ഒരു സ്ലാബ് ഈ ഒരു സ്പാൻ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും സപ്പോർട്ട്സ് ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു സ്ലാബിൽ മൂന്നാമത് ഈ ബേസ് സ്ലാബിലേക്കും ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ടോട്ടൽ 3 സപ്പോർട്ട്സ് ആണ്. ഓക്കെ, they behave like a continuous slab supported on 3 edges, അതായത് 3 edgesൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് അത് ഈ ഒരു കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വോളിൽ സ്റ്റെമ്മും ഹീലും ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ടോ സ്ലാബ് കാണാം. ടോ സ്ലാബിൽ ഇവിടെ കൗണ്ടർ ഫോഴ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ നോർമലി ഒരു കാൻറ്റിലിവർ റീറ്റൈനിങ് വോളിൽ എങ്ങനെയാണോ ടോ സ്ലാബ് ഉള്ളത് അതുപോലെ തന്നെയാണ് കൗണ്ടർ ഫോർട്ടിലുള്ളത്. ഇതിന്റെ ബിഹേവിയർ കാൻറ്റിലിവർ സ്ലാബ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3 എഡ്ജസിലായിരിക്കും സപ്പോർട്ട് വന്നിട്ടുണ്ടാവുക. 3 എഡ്ജസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലാബിന്റെ ഈ എഡ്ജിലും വന്നു. ഓക്കെ, മൂന്നാമത്തത് ഈ എഡ്ജിലേക്ക്, ഈ ബേസ് സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അടുത്ത മൂന്നാമത്തെ ഈ ഒരു കറസ്പോണ്ടിങ് സ്ലാബിൽ സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ഒരു സ്റ്റെം എടുക്കുകയാണെങ്കിൽ ഈ 2 സപ്പോർട്ട്സ്, അതായത് കൗണ്ടർ ഫോഴ്സ് മൂന്നാമത്തെ ബേസ് സ്ലാബിൽ. ഓക്കെ, 2 സപ്പോർട്ടായിട്ട് കൗണ്ടർ ഫോഴ്സ് ആണ് വരുന്ന ഒരു സ്പാൻ എടുത്തു കഴിഞ്ഞാൽ 2 എഡ്ജസ് അല്ലെങ്കിൽ 2 സപ്പോർട്ട്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കൗണ്ടർ ഫോഴ്സ് ആണ്. ഒന്ന് ബേസ് സ്ലാബ് ആണ്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഡിസൈൻ ഓഫ് സ്റ്റെം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വോളിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
അതിന്റെ ബിഹേവിയർ ആണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും. അതുപോലെ ടോ സ്ലാബ് എങ്ങനെ ബിഹേവ് ചെയ്യും, സ്റ്റെം എങ്ങനെ ബിഹേവ് ചെയ്യും, അതുപോലെ ഹീൽ സ്ലാബ് എങ്ങനെയാ ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് എക്കണോമിക്കൽ ആവാൻ കാരണം എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഓരോ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പോവാം. അപ്പം ഒരു കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് സ്റ്റെം, അതുപോലെ അതിന്റെ ടോ സ്ലാബ്, അതിന്റെ ഹീൽ സ്ലാബ്, പിന്നെ കൗണ്ടർ ഫോർട്ട്. നാലാമത് വരുന്നത് കൗണ്ടർ ഫോർട്ടാണ്. ഈ 4 കാര്യങ്ങളാണ് ഒരു റീറ്റെയിനിങ് വാളിൽ, അതായത് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിലെ കമ്പോണൻസ്. അപ്പൊ ആദ്യം നമുക്ക് അതിൽ സ്റ്റെമ്മിനെ കുറിച്ച് നോക്കാം. ഡിസൈൻ ഓഫ് സ്റ്റെം. The stem of the counterfort retaining wall acts as a continuous slab supported on the counterforts, which are spaced at 3 to 3.5 meter along the length of the retaining wall. The stem of the counterfort retaining wall, stem എങ്ങനെ ആക്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, retaining wall acts as a continuous slab ആയിട്ടാണ്, കാന്റിലിവർ പോലെയല്ല ആക്ട് ചെയ്യുന്നത്. supported on counterforts which are spaced 3 to 3.5 meter along the length of retaining wall. അപ്പോൾ റീറ്റെയിനിങ് വാളിന്റെ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് റീറ്റെയിനിങ് വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ കേസർ വെച്ച് കാണിക്കുന്നു. അപ്പൊ ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 മുതൽ 3.5 മീറ്റർ വരെ സ്പേസിംഗിലാണ് കൗണ്ടർ ഫോർട്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ കൗണ്ടർ ഫോർട്ടിന്റെ സെന്ററും ഈ കൗണ്ടർ ഫോർട്ടിന്റെ സെന്ററിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മുതൽ 3.5 മീറ്റർ വരെ ആയിരിക്കും. ആ രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. Okay, the stem of the counterfort retaining wall acts as a continuous slab supported on the counterforts, which are spaced at 3 to 3.5 meter along the length of retaining wall. The stem is subjected to earth pressure, which tries to deflect the wall away, causing tension on the outer face and compression on the inner face. Okay, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണ് ഈ ഒരു പോർഷനിലാണ് നമ്മളെ ബാക്ക് ഫില്ല് വരുന്നത്. അപ്പം ബാക്ക് ഫില്ല് വരുമ്പം ലോഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ബാക്ക് ഫില്ല് വരുന്നത് ഈ പോർഷനിലാണ്, അതായത് കൗണ്ടർ ഫോർട്ട് ഉള്ള ആ സൈഡിലാണ് ബാക്ക് ഫില്ല് വരുന്നത്, അതായത് സോയില് വരുന്നത്. അപ്പൊ ഈ സോയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇപ്പം റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യും. ഈ സൈഡ് വൈസ് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ലാറ്ററൽ എർത്ത് പ്രഷർ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് ആക്ട് ചെയ്യും. അപ്പൊ അത് ആക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ടിന്യൂസ് സ്ലാബ് എങ്ങനെയാണോ ബെൻഡ് ചെയ്യുന്നത് അതുപോലെയാണ് ബെൻഡ് ചെയ്യുക. അപ്പൊ കണ്ടിന്യൂസ് സ്ലാബ് എങ്ങനെയാ ബെൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നോർമലി ഒരു കണ്ടിന്യൂസ് സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ ലോഡ് മേലേന്ന് താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ അത് ബെൻഡ് ചെയ്യുന്നത് താഴോട്ടേക്കായിരിക്കും. അപ്പൊ ടെൻഷൻ വരുന്നത് താഴെയും കംപ്രഷൻ വരുന്നത് ടോപ്പിലും ആയിരിക്കും, ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ. അതുപോലെ കണ്ടിന്യൂസ് സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് റിവേഴ്സ് ആയി, അതായത് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ സാഗിങ് മൊമെന്റ് ആണെങ്കിൽ, അതായത് ടെൻഷൻ ബോട്ടത്തിലും കംപ്രഷൻ ടോപ്പിലുമാണ്. എന്നാൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഹോഗിങ് മൊമെന്റ് ആവും, ടെൻഷൻ ടോപ്പിലും കംപ്രഷൻ ബോട്ടത്തിലുമായി മാറും. ഓക്കെ, സപ്പോർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം സാഗിങ് മൊമെന്റും ഹോഗിങ് മൊമെന്റും അറിയാം. ഓക്കെ, അതായത് നമ്മൾ സാഗിങ് മൊമെന്റ് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെൻഷൻ ബോട്ടത്തിലാണ് വരിക. അപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യും. ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ടോപ്പിലാണ്, നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യും. കണ്ടിന്യൂസിന്റെ കേസാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ലോഡ് ഈ ബാക്ക് ഫില്ലിന്റെ പോർഷനിൽ നിന്ന് പുറത്തേക്കാണ് ആക്ട് ചെയ്യുക, അല്ലെ? അതായത് ഇവിടുന്ന് പുഷ് ചെയ്യുക സൈഡ് വൈസ്. അതായത് ഇപ്പൊ ഈ ഒരു ഫിഗർ പ്രകാരമാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സൈഡ് വൈസ് തന്നെയായിരിക്കും ബെൻഡ് ചെയ്യുക. അപ്പൊ ലോഡ് ഈ സൈഡിൽ നിന്ന് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ടെൻഷൻ വരുന്ന രീതിയിലായിരിക്കും ബെൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കാന്റിലിവർ ആണെങ്കിൽ എവിടെയാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് ആ ഒരു സൈഡിലാണ് ടെൻഷൻ വരിക. എന്നാൽ കണ്ടിന്യൂസ് ആണെങ്കിലും സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിലും ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഫേസിലാണ് ടെൻഷൻ വരിക. ഓക്കെ, കാന്റിലിവർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ബേസിക് കൺസെപ്റ്റ് ആണ്. ഇപ്പൊ കാന്റിലിവർ ആണെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ടെൻഷൻ. സിംപ്ലി സപ്പോർട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻസ് ആണെങ്കിൽ മിഡ് സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ടെൻഷൻ വരുന്നത് ലോഡ് ആക്ട് ചെയ്യുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും, അതിന്റെ അപ്പുറത്തെ ഫേസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഫേസിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ടെൻഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു രീതിയിലായിരിക്കും ബെൻഡിങ് വരിക. ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ഈ ഫിഗറിൽ കാണുന്ന പോലെ മാക്സിമം ബെൻഡിങ് വരും. സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത് ഹോഗിങ് മൊമെന്റ് ആവും. സാഗിങ് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ. ഓക്കെ, അതായത് കൗണ്ടർ ഫോർട്ട് സപ്പോർട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ടിന്റെ ഇടയ്ക്ക് സാഗിങ് മൊമെന്റ് വരും. ഓക്കെ, സപ്പോർട്ടിലേക്ക് വരുമ്പോൾ, അതായത് കൗണ്ടർ ഫോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ ബെൻഡിങ് മൊമെന്റിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വന്നു, ഹോഗിങ് മൊമെന്റ് ആയി മാറി. ഓക്കെ, ഈ രീതിയിലാണ് സ്റ്റെമ്മില്
ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അതിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സാഗിങ് മൊമെന്റിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് WL²/16 ആണ് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ, അതായത് ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ്. എന്നാൽ കൗണ്ടർ ഫോഴ്സിൽ വരുമ്പോൾ, അതായത് സപ്പോർട്ടിൽ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് WL²/12 ആണ്, എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ഹോഗിങ് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടെൻഷൻ വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്, അതായത് ബാക്ക് ഫില്ലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം ഈ ഓപ്പോസിറ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മെയിൻ ബാസ് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻസ് കൊടുക്കേണ്ടത്. എന്നാൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കൗണ്ടർ ഫോർട്ടിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ, കൗണ്ടർ ഫോർട്ടിന്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത്, കൗണ്ടർ ഫോർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ബാസ് സ്റ്റെമ്മിൽ കൊടുക്കേണ്ടത് ഈ ബാക്ക് ഫില്ലിനോട് ചേർന്നിട്ടുള്ള ഫേസിലാണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ഇതാണ് ലോഡ് ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സോയിൽ വരുന്നത്, സോയിലിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്ന ഫേസ് ഇതാണെങ്കിൽ, അതിന്റെ ഓപ്പോസിറ്റ് ഫേസ്, അതായത് ഇപ്പോൾ സ്റ്റെം ആണെങ്കിൽ, പറയുന്ന ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇത് ലോഡ് സോയിൽ ആയിട്ട് കോണ്ടാക്ട് വരുന്ന ഫേസ്, ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഫേസ്. ഓക്കെ, ഓപ്പോസിറ്റ് ഫേസ് ഇത്, അതായത് ഈ സൈഡ് വൈസിലുള്ള ഫേസ് ആലോചിക്കണേ. ഈ ഒരു ഫേസ് ആണ് സോയിലുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ആണ് ഇവിടെ ഈ സൈഡിൽ. ഇപ്പൊ ഈ ഫിഗറിൽ അത് കാണുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇതാ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് സോയിലുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫേസ്, ഇത് എന്റെ ഓപ്പോസിറ്റ് ഫേസ്. അപ്പം ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ വരുന്നത് ഇതിപ്പോ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും, ഇതിന്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും. ഓക്കെ, ബെൻഡ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഇവിടെ കാണുന്ന പോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ബൾജ് ചെയ്യുന്ന, പുറമേക്ക് ബൾജ് ചെയ്യുന്ന രീതിയിലായിരിക്കും, കേവ് വരുന്ന രീതിയിലായിരിക്കും. അപ്പൊ ടെൻഷൻ വരുന്നത് എവിടെയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ, അതായത് ഇതിന്റെ ബാക്ക് ഫില്ലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും. അപ്പൊ അവിടെ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് WL²/16 ആണ്. അതുപോലെ കൗണ്ടർ ഫോഴ്സിലേക്ക് വരുമ്പോൾ അത് ഹോഗിങ് മൊമെന്റ് ആണ്. ഓക്കെ, ടെൻഷൻ വരുന്നത് ഈ ഫേസിൽ, അതായത് സോയിൽ ടച്ച് വരുന്ന, കോണ്ടാക്ട് വരുന്ന ഫേസിലാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ആ ഫിഗർ വെച്ച് പറഞ്ഞു എന്ന് മാത്രം, അതിലേക്ക് വരാം, ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ കൗണ്ടർ ഫോഴ്സ് 3 to 3.5 മീറ്റർ സ്പാൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ടാണ് സ്റ്റെം ആക്ട് ചെയ്യുന്നത്. Okay, stem is subjected to earth pressure which tries to deflect the wall away, causing tension on the outer face and compression on inner face. അപ്പൊ എങ്ങനെയാണ് സ്റ്റെമ്മിന്റെ ഔട്ടർ ഫേസിൽ ടെൻഷനും ഇന്നർ ഫേസിൽ കംപ്രഷനും വരുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആ ബാക്ക് ഫില്ലുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണ് ഇന്നർ ഫേസ്, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആണ് ഔട്ടർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ടർ ഫേസിലാണ് ടെൻഷൻ വരുന്നത്, കംപ്രഷൻ ഇന്നർ ഫേസിലാണ്, ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്. എന്നാൽ അത് കൗണ്ടർ ഫോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ സപ്പോർട്ട്സിലേക്ക് വരുന്ന സമയത്ത് നേരെ തിരിയും, ഈ ഇന്നർ ഫേസിലായിരിക്കും ടെൻഷൻ, അതുപോലെ ഔട്ടർ ഫേസിൽ കംപ്രഷൻ ആയിരിക്കും. ഓക്കെ, മെയിൻ ആയിട്ട് ഇൻ ബിറ്റ്വീൻ ദ സ്പാനിലെ കേസാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ മെയിൻ എഫക്ട് എന്ന് പറയുന്നത് ഇതിനെ പുറമേക്ക് തള്ളാനാണ് ഇതിന്റെ മെയിൻ എഫക്ട് വരുന്നത്. അപ്പൊ പുറമേക്ക് അതിനെ പുഷ് ചെയ്യുമ്പോൾ ടെൻഷൻ വരുന്നത് ഔട്ടർ ഫേസിലും അതുപോലെ കംപ്രഷൻ ഇന്നർ ഫേസിലുമാണ്. ഓക്കെ, therefore main reinforcement is put on the outer face along the length of retaining wall. അപ്പോൾ retaining wall ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഔട്ടർ ഫേസിലാണ് പ്രൊവൈഡ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. ഔട്ടർ ഫേസ് എന്ന് പറയുമ്പോൾ ആ ബാക്ക് ഫില്ലിന്റെ ഫേസ് അല്ല, അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫേസ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഫേസ്. ഡ്യൂ ടു ഫിക്സിറ്റി പ്രൊവൈഡഡ് ബൈ ദ കൗണ്ടർ ഫോഴ്സ് സപ്പോർട്ട്. അപ്പൊ ഫിക്സിറ്റി, കൗണ്ടർ ഫോഴ്സ് സപ്പോർട്ട് എന്ത് ചെയ്യുന്നു? ഫിക്സിറ്റി, അതായത് ഫിക്സഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് എഫക്ട് കൊണ്ടുവരുന്നുണ്ട്. Some negative bending moment develops at the support which causes tension on the inner face near the counter force. അപ്പൊ ആ ഒരു ഫിക്സിറ്റിന്റെ എഫക്ട് കാരണം ഈ കൗണ്ടർ ഫോഴ്സ് ഒരു ഫിക്സിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, കൗണ്ടർ ഫോഴ്സും അതുപോലെ തന്നെ സ്റ്റെം ആണെങ്കിലും ഹീൽ ആണെങ്കിലൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന സെന്ററിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് ഇത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ളി ചെയ്യുന്നുണ്ട്, ആ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ. അപ്പോൾ ആ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ സപ്പോർട്ട് ഉള്ളത് കാരണം, രണ്ടും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് ആ ഫിക്സിറ്റി കാരണം അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് സപ്പോർട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇന്നർ ഫേസിൽ നമ്മൾ കൗണ്ടർ ഫോഴ്സ് വരുന്ന പോർഷനിൽ കൗണ്ടർ ഫോഴ്സ് എവിടെയാണോ അല്ലെങ്കിൽ സപ്പോർട്ടിനോട് ചേർന്ന പോർഷൻസ് അല്ലെങ്കിൽ കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന പോർഷനിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇന്നർ ഫേസിലാണ്. ഇന്നർ ഫേസ് എന്ന് പറയുമ്പോൾ ഇത് ടച്ച് വരുന്ന ഈ കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന പൊസിഷനിൽ ഈ ഫേസിൽ നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യും, ഔട്ടർ ഫേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാസും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, മെയിൻ ബാസ് കൗണ്ടർ ഫോഴ്സ് വരുന്ന
ഫേസിലായിരിക്കും. കൗണ്ടർ ഫോഴ്സ് ഉള്ള ആ ഒരു പൊസിഷനിൽ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും, ബാക്ക് ഫില്ല് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും, മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഹെൻസ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് അറ്റ് ഇന്നർ ഫേസ് നിയർ ദ കൗണ്ടർ ഫോഴ്സ്. അപ്പോൾ ഇന്നർ ഫേസിലും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൗണ്ടർ ഫോഴ്സ് വരുന്ന പോയിന്റ്സിൽ, കൗണ്ടർ ഫോഴ്സ് വരുന്ന കറസ്പോണ്ടിങ് ലൊക്കേഷൻസിൽ, കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. സ്റ്റെം ഓഫ് ദ കൗണ്ടർ ഫോഴ്സ് റീറ്റെയിനിങ് വാൾ ആക്സസ് കണ്ടിന്യൂസ് സ്ലാബ്, അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലാബ് ആയിട്ടാണ് സ്റ്റെം ആക്ട് ചെയ്യുന്നത്. കൗണ്ടർ ഫോഴ്സിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ഫോഴ്സിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 3 to 3.5 മീറ്റർ മാറിയിട്ടാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെമ്മിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് സോയിൽ പ്രഷർ വരുമ്പോൾ ഈ ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ടെൻഡൻസി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കണ്ടിന്യൂസ് സ്ലാബ് ആയതുകൊണ്ടും ഇതിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത് പുറമേക്ക് വെൻഡ് ചെയ്യാനായിരിക്കും, ഇൻ ബിറ്റ്വീൻ ദ സ്പാൻസ്. ഓക്കെ, അപ്പം ടെൻഷൻ ഔട്ടർ ഫേസിലും കംപ്രഷൻ ഇന്നർ ഫേസിലുമാണ് ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് വരുന്നത്. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഔട്ടർ ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ കൊടുക്കാനായിട്ട്. അതുപോലെ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ ഫോഴ്സിലേക്ക് വരുമ്പോൾ ടെൻഷൻ വരുന്നത് ഇന്നർ ഫേസിലും കംപ്രഷൻ വരുന്ന ഔട്ടർ ഫേസിലുമാണ്. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇന്നർ ഫേസിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ ഫോഴ്സിനോട് ചേർന്നിട്ട്. ഓക്കെ, ദ ലോഡ് അറ്റ് ദ ബേസ് ഓഫ് ദ സ്റ്റെം സേ W per meter length is determined as below. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഫിഗറിൽ ഇക്വേഷൻ കണ്ടു, W L²/16 W L²/12 എന്നുള്ള ഇക്വേഷൻ കണ്ടു, അല്ലെ? അതായത് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആണെങ്കിൽ, കൗണ്ടർ ഫോഴ്സിന്റെ ഇടയിലുള്ള പോർഷനിലാണെങ്കിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് W L²/16 ആണ്. കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന ലൊക്കേഷനിൽ W L²/12 ആണെന്നും പറഞ്ഞു. അപ്പം ഈ W എന്താന്നുള്ളതാണ്. അപ്പൊ W എന്ന് പറയുന്നത് ഈ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെന്റ് ആണ്. സ്റ്റെമ്മിന്റെ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡാണ്, ബെൻഡിങ് മൊമെന്റിൽ ലോഡാണ് W എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിന്റെ ഡിസൈനിലൊക്കെ W കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ബേസിൽ വരുന്ന ലോഡ്, അല്ലെ? K × Γh. ആക്റ്റീവ് ആണെങ്കിൽ KA × Γh, അതാണ് W എന്ന് പറയുന്നത്. ആ വരുന്ന ലോഡിനെ നമ്മൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, കാൻഡിലിവറിലാണെങ്കിൽ നമ്മൾ ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആ ഫിക്സ്ഡ് എൻഡിൽ വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. The load at the base of the stem, say W per meter length, is determined as below. W is equal to KA∠H per meter length. The maximum negative bending moment in the stem at the counter force supports may be assumed as W L²/12, and the positive bending moment at the midspan may be taken as W L²/16. അപ്പം മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് സ്റ്റെമ്മിൽ വരുന്ന, അതായത് കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് മെയിൻ ബാസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അതിന്റെ ആ ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് W L²/12 ആണ്. അതുപോലെ മിഡ് സ്പാനിൽ വരുന്ന ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് W L²/16 ആണ്. ഓക്കെ, അതായത് ഈ W എന്ന് പറയുന്നത് ഏറ്റവും ബേസിലാണ് വരുന്നതെങ്കിലും, ഓക്കെ, അതായത് ഇപ്പൊ റീറ്റെയിനിങ് വാളിന്റെ ബേസിലാണ്, അതായത് ഏറ്റവും ബോട്ടത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ മാക്സിമം W വരുന്നത്, K × Γh എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ അത് യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും അതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബ് കറസ്പോണ്ടിങ്. ഡിസൈൻ ഓഫ് കൗണ്ടർ ഫോഴ്സ്. Counter force are attached to the stem and the heel slab. They act like a T-beam of varying cross section. Counter force സ്റ്റെമ്മിനെ ഹീൽ സ്ലാബിനെ കണക്ട് ചെയ്തിട്ടാന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ഇത് ശരിക്കും ഒരു ടി ബീം പോലെയാണ്, അതായത് വേരിയിങ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടി ബീം പോലെയാണ് ശരിക്കും ഈ കൗണ്ടർ ഫോഴ്സ് ഉള്ളത്. ഓക്കെ, ടി ബീം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്കറിയാം. അതായത് ബീമും സ്ലാബിനെയും കൂടി ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് ടി ബീം എന്നുള്ളത്, അല്ലെ? അതായത് സ്ലാബിന്റെ പോർഷൻ ഫ്ലാഞ്ച് ആയിട്ടും അതുപോലെ ബീമിന്റെ പോർഷൻ വെബ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെയാണ് കൗണ്ടർ ഫോഴ്സും, അത് വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ടി ബീമായിട്ട് നമുക്ക് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫുൾ റെക്ടാങ്കുലർ ആയിരുന്നെങ്കിൽ,
ഓക്കെ, ഇത് ഫുള്ളായിട്ടുള്ള റെക്ടാങ്കിൾ പോർഷൻ ആണ്. നമുക്ക് ഫുള്ളായിട്ട് ഒരു ടി ബീം തന്നെ പറയാം. ഇത് ഈ ഒരു ഡെപ്തില് ബീം വന്നിരിക്കുന്നു, അതിൽ സ്ലാബുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ സ്റ്റെമ്മുമായിട്ടും കണക്റ്റഡ് ആണ്, ഇവിടെ ഹീൽ സ്ലാബുമായിട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം എന്നാൽ ഇവിടെ ഫുൾ റെക്ടാങ്കുലർ പോലെയല്ല വന്നിട്ടുള്ളത്, വേരിയിങ് ആണ്. ഇവിടെ എ എന്ന് പറയുന്ന പൊസിഷൻ ബി ഡാഷിലേക്ക് വന്ന് അത് സിയിലേക്ക് വരുന്നു, തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ഇവിടെ ഈ ഒരു ഡെപ്ത് ഇല്ല, ഇവിടെയുള്ള ഡെപ്ത് ഈ സൈഡിലില്ല. ഇവിടെ 0യും ഇവിടെ വന്നപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്തത് ഈ സൈഡിന് കറസ്പോണ്ടിങ്. അതേപോലെ ഇവിടെയും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇവിടെ ഡെപ്ത് മാക്സിമം ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ അത് കുറഞ്ഞു വന്നു. ഓക്കെ, ഈ ഒരു സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡെപ്ത് മാക്സിമം ആയിരുന്നു, ഇങ്ങോട്ടേക്ക് വന്നതിനനുസരിച്ച് ഡെപ്ത് കുറഞ്ഞു വന്നു. അതേപോലെ ഈ ഒരു സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡെപ്ത് കുറവായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പം വേരിയിങ് ആയിട്ടുള്ള ഒരു ഡെപ്ത് ആണ്, അല്ലെങ്കിൽ വേരിയിങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണ് ടി ബീമിനുള്ളത്. ഓക്കെ, ഈ ഒരു ടി ബീമിനുള്ളത്. അപ്പം നമുക്ക് കൗണ്ടർ ഫോർട്ടിന് ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള ടി ബീമായിട്ടും പറയാന്നുള്ളതാണ്. The earth pressure acting on the stem is transferred to the counter force, which tries to separate the counter force from stem. Therefore, horizontal ties are provided which connect stem and the counter force together firmly. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എർത്ത് പ്രഷർ വരുന്ന സമയത്ത് ഇവിടുത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെമ്മിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ബാക്ക് ഫില്ലിൽ നിന്ന് എവേ മൂവ് ചെയ്യാനായിരിക്കും, ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് വരാനായിരിക്കും. അല്ലെങ്കിൽ ഈ ബാക്ക് ഫില്ലിൽ നിന്ന് വരുന്ന എർത്ത് പ്രഷർ ഇതിനെ ബാക്ക് ഫില്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അപ്പൊ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, എന്നാൽ അത് സെപ്പറേറ്റഡ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇവിടുത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആവാനാണ്. അപ്പൊ സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഈ കൗണ്ടർ ഫോർട്ടിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഇത് സെപ്പറേറ്റഡ് ആവാൻ ശ്രമിക്കുമ്പോൾ ഇത് തമ്മിൽ കണക്ട് ആയതുകൊണ്ട്, അതായത് ഈ കൗണ്ടർ ഫോഴ്സും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മും കണക്റ്റഡ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഈ കൗണ്ടർ ഫോഴ്സിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ എർത്ത് പ്രഷർ ഇതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിനെ ബെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക് ഫില്ലിൽ നിന്ന് എവേ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് ഈ കൗണ്ടർ ഫോഴ്സും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മും സെപ്പറേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഈ ഫോഴ്സ് വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൗണ്ടർ ഫോഴ്സിലേക്ക് വരും. ഓക്കെ, അപ്പം ഇതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോഴ്സ് വന്നിട്ട് ഇതിന്റെ ടെൻഡൻസി ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റഡ് ആവാനാണ്. കൗണ്ടർ ഫോഴ്സും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മും തമ്മിൽ സെപ്പറേറ്റഡ് ആവാനാണ് ലാറ്ററൽ ആയിട്ടുള്ള ആ ഒരു എർത്ത് പ്രഷർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സെപ്പറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എർത്ത് പ്രഷർ ആക്ടിങ് ഓൺ ദ സ്റ്റെം ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ കൗണ്ടർ ഫോഴ്സ് വിച്ച് ട്രൈസ് ടു സെപ്പറേറ്റ് ദ കൗണ്ടർ ഫോഴ്സ് ഫ്രം ദ സ്റ്റെം. അപ്പൊ കൗണ്ടർ ഫോഴ്സിനെ സ്റ്റെമ്മിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്ത് പ്രഷർ സ്റ്റെമ്മിൽ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ ശ്രമിക്കുന്നത്. അപ്പൊ എർത്ത് പ്രഷർ സ്റ്റെമ്മിൽ ആക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റെമ്മിൽ നിന്ന് അത് കൗണ്ടർ ഫോഴ്സിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൗണ്ടർ ഫോഴ്സിനെയും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടൈസ് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റെമ്മിനെയും കൗണ്ടർ ഫോഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട്. ഹൊറിസോണ്ടൽ ആയി ടൈസ് എന്ന് പറഞ്ഞാൽ സിറപ്പ് പോലെ. അപ്പൊ സ്റ്റെമ്മിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും അതുപോലെ തന്നെ കൗണ്ടർ ഫോഴ്സിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് സിറപ്പ് പോലെ ചുറ്റി നമ്മൾ സിറപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അറിയാലോ, ബീമിലും അതുപോലെ ടൈസ് നമ്മൾ കോളത്തിലും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും കൗണ്ടർ ഫോഴ്സിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും അതുപോലെ തന്നെ സ്റ്റെമ്മിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ സിറപ്പ് പ്രൊവൈഡ് ചെയ്യണം, അതായത് ഹൊറിസോണ്ടൽ ടൈസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? എർത്ത് പ്രഷർ വരുമ്പോൾ ഈ സ്റ്റെമ്മിനെയും ആ കൗണ്ടർ ഫോഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സെപ്പറേറ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹൊറിസോണ്ടൽ ടൈസ് കൊടുത്തിട്ട് റീഇൻഫോഴ്സ്മെന്റ്സ് തമ്മിൽ കൗണ്ടർ ഫോഴ്സിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും സ്റ്റെമ്മിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും കണക്ട് ചെയ്യുന്നുള്ളതാണ്. കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
Similarly, the downward weight of back heel acting on the heel slab also tries to separate out heel slab and counterport, and hence ties are also provided to connect heel slab and the counterport. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് എർത്ത് വരുന്നുണ്ട്, അതായത് സോയിൽ വരുന്നുണ്ട്. അപ്പൊ സോയിലിന്റെ വെയിറ്റ് ഈ പോർഷനിൽ ആക്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ഹീൽ സ്ലാബിൽ ആക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഇതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് താഴോട്ടേക്ക് ബെൻഡ് ചെയ്യാനായിരിക്കും. ഓക്കെ, അതായത് താഴോട്ടേക്ക് മൂവ് ചെയ്യാനായിരിക്കും ടെൻഡൻസി വരിക ഈ ഒരു പോർഷന്റെ, അല്ലെ? ഇവിടെ എർത്ത് ലാറ്ററലി ഉള്ള എർത്ത് പ്രഷർ വന്നപ്പോ അവേ ഫ്രം ദ ബാക്കിൽ മൂവ് ചെയ്യാനായിരുന്നു ടെൻഡൻസി ഉണ്ടായിരുന്നത്, അല്ലെ? ഇങ്ങോട്ടേക്ക് ടുവേർഡ്സ്, ഇപ്പൊ എർത്ത് പ്രഷർ ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടുവേർഡ്സ് റൈറ്റിലേക്ക്, അതായത് ബാക്കിൽ ഇവിടെയാണുള്ളതെങ്കിൽ ആ ബാക്കിൽ നിന്ന് അവേ മൂവ് ചെയ്യാനായിരുന്നു ടെൻഡൻസി ഉണ്ടായിരുന്നത്. അതുപോലെ ഈ സോയിലിന്റെ വെയിറ്റ് കാരണം, സോയിൽ ഇവിടെ റീറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത്, അപ്പൊ ഈ സോയിലിന്റെ വെയിറ്റ് ഇത്രയും ഈ ഒരു ഹീൽ സ്ലാബിലാ വരുന്നത്. അപ്പൊ ഇതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് താഴോട്ടേക്ക് മൂവ് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ എർത്ത് കാരണം, ഈ എർത്തിന്റെ വെയിറ്റ് കാരണമുള്ള ആ ഒരു ഫോഴ്സും കൂടി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കൗണ്ടർ ഫോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇവിടെയുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് ഈ കൗണ്ടർ ഫോഴ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു ഹീൽ സ്ലാബിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള ഈ സോയിൽ ആക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് താഴോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഈ കൗണ്ടർ ഫോർട്ടും അതുപോലെ തന്നെ ഈ ഹീൽ സ്ലാബും തമ്മിൽ സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അതായത് ഇത് ടുവേർഡ്സ് റൈറ്റ് എർത്ത് പ്രഷർ മൂവ് ചെയ്ത സമയത്ത് ഈ സ്റ്റെമ്മും കൗണ്ടർ ഫോഴ്സും തമ്മിൽ സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ആയിരുന്നു. അതേപോലെ ഇവിടെ ഈ ലോഡ് താഴോട്ടേക്ക് വരുമ്പോൾ, എർത്തിന്റെ ലോഡ് താഴോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ താഴോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് തമ്മിൽ സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ട്രാൻസ്ഫർ ഇതിലേക്ക് വന്നിട്ട് ഓക്കെ ഇതും സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അപ്പൊ ഇത് സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹീൽ സ്ലാബിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും കൗണ്ടർ ഫോഴ്സിലുള്ള റീഇൻഫോഴ്സ്മെന്റിനെയും കണക്ട് ചെയ്തിട്ട് ടൈസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സിറപ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്റ്റെമ്മും അതുപോലെ തന്നെ കൗണ്ടർ ഫോഴ്സും തമ്മിൽ സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഹൊറിസോണ്ടൽ ആയിട്ടും ടൈസ് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെയും കൗണ്ടർ ഫോർട്ടും അതുപോലെ തന്നെ ഈ ഹീൽ സ്ലാബും തമ്മിൽ സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലിയും ടൈസ് കൊടുക്കണം, അതായത് സിറപ്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കൗണ്ടർ ഫോഴ്സും സ്റ്റെമ്മും സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടലി ടൈ കൊടുക്കണം. അതേപോലെ ഇവിടെ ലോഡ് വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ താഴോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോഴും ഈ കൗണ്ടർ ഫോഴ്സും ഈ ഹീൽ സ്ലാബും തമ്മിൽ സെപ്പറേറ്റഡ് ആവാം. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വെർട്ടിക്കലിയും നമ്മൾ ടൈസ് കൊടുക്കണം. ഓക്കെ, ഹെൻസ് ടൈസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ടു കണക്ട് ഹീൽ സ്ലാബ് ആൻഡ് കൗണ്ടർ ഫോർട്ട്. ഹീൽ സ്ലാബിനെയും കൗണ്ടർ ഫോർട്ടിനെയും കണക്ട് ചെയ്തിട്ട് വെർട്ടിക്കൽ ആയിട്ട് ടൈസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The counterfort act like a T-beam of varying section support on the edges AB and BC and create a. Okay, അപ്പം കൺസെപ്റ്റ് അതാണ്. അപ്പം മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്ന കാര്യം പറഞ്ഞു. ഇനി ഇതിന്റെ കൗണ്ടർ ഫോഴ്സ് T-beam പോലെ ആക്ട് ചെയ്യുന്നുള്ള പറഞ്ഞിരുന്നു, അല്ലെ? അപ്പം അത് ആ കൗണ്ടർ ഫോഴ്സിലെ ആ ഫിഗറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഏത് ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ടെൻഷൻ വരുന്നത്, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിന്റെ സൈഡ് വ്യൂ ആണ്. ഓക്കെ, കൗണ്ടർ ഫോഴ്സും കൂടി ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ T-beam ആണ്, T-beam ആയിട്ടാണ് വാരിയിങ് സെക്ഷൻ ഉള്ള ഒരു T-beam ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സപ്പോർട്ടഡ് ഓൺ ദ എഡ്ജസ് AB ആൻഡ് BC. അപ്പൊ AB എന്ന് പറയുന്ന എഡ്ജിലും സപ്പോർട്ട് ഉണ്ട്, അല്ലെ? ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ ഇവിടെയും സപ്പോർട്ടാണ്, അല്ലെ? BC എന്ന് പറഞ്ഞ എഡ്ജിലും സപ്പോർട്ട് ഉണ്ട്. എന്നാൽ ഈ എഡ്ജ് AC എന്ന് പറയുന്ന പോർഷൻ ഫ്രീ ആ, ഇതിൽ വേറെ കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, counterfort act like a T-beam of varying section supported on the edges AB. ഓക്കെ, AB എന്ന് പറയുന്നതിൽ സപ്പോർട്ടഡ് ആണ്. ഓക്കെ, അതുപോലെ BC എന്ന് പറയുന്ന പോർഷനിലും ഓക്കെ ഈ പോർഷനിലും കണക്ഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ ഫ്രീ ആയിട്ടാണ് ഉള്ളത്. ആ ഫിഗർ ഞാൻ പറഞ്ഞു മാത്രം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. As the outer face AC is in tension, main reinforcement is put parallel to the edge AC. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഇതിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനും ഇതിന് ഇങ്ങോട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യാനുമാണ് ടെൻഡൻസി ഉള്ളത്. അപ്പൊ ഇത് തമ്മിൽ കണക്റ്റഡ് ആണല്ലോ ശരിക്കും, അല്ലെ? അതായത് ഈ സ്റ്റെമ്മും അതുപോലെ ഹീലും തമ്മിൽ കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കൗണ്ടർ ഫോർട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനും ഇതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനും ടെൻഡൻസി ഉണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോ.
അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു 3 സാധനങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു സാധനം, നടുക്കൊരു സാധനം, ഇങ്ങേയറ്റത്ത് വേറൊരു സാധനം. അത് 3 പശ വെച്ച് ഒട്ടിച്ചതാന്ന് വിചാരിച്ചു. എന്നിട്ട് 2 സൈഡിലുള്ള സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയാണ്. പിടിച്ചു വലിക്കുമ്പോൾ ആ നടുക്കത്തെ സാധനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും? ടെൻഷൻ ആയിരിക്കുമല്ലോ അല്ലെ? അതായത് ഇവിടെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് സ്റ്റെമ്മിന്, അതുപോലെ തന്നെ ഹീൽ സ്ലാബിന് താഴോട്ടേക്കാണ്. അപ്പൊ ഈ നടുക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഫോഴ്സാണ്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ടാണ് കൗണ്ടർ ഫോഴ്സിൽ. അപ്പൊ കൗണ്ടർ ഫോഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെൻഷൻ ആയിരിക്കും. അപ്പൊ മാക്സിമം ടെൻഷൻ എവിടെയായിരിക്കും വരിക? മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഫേസിന് അലോങ് ആയിട്ടായിരിക്കും. ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള AC എന്ന് പറയുന്ന ഫേസിന് അലോങ് ആയിട്ടായിരിക്കും. ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇത് താഴോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ വരാൻ സാധ്യതയുള്ളത് ഈ AC എന്ന് പറയുന്ന സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അല്ലെ, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ മാക്സിമം ലെങ്ത് വരിക AC എന്നുള്ളത് ഈ മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറാനല്ലേ ശ്രമിക്കുക. മാക്സിമം ടെൻഷൻ AC എന്ന് പറയുന്ന ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഔട്ടർ ഫേസ് AC ആണ് ടെൻഷൻ. മാക്സിമം ടെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ടെൻഷൻ ആണ്. ഓക്കെ, അതായത് സെപ്പറേറ്റഡ് ആവാൻ ആണ് ടെൻഡൻസി വരുന്നത് അല്ലെ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനാണ്. ഇത് ഈ സൈഡിലേക്കും, ഈ സ്റ്റെം ആണെങ്കിൽ ഈ സൈഡിലേക്കും, ഹീലാണെങ്കിൽ താഴോട്ടേക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ ഒരു പോർഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ ആണ്. അപ്പൊ അത് വരുന്നത് AC എന്ന് പറയുന്ന ഫേസിലാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ വരുന്ന ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പുട്ട് പാരലൽ ടു HAC. അപ്പൊ ഈ AC എന്ന് പറയുന്ന ഫേസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അത് നമ്മൾ ഒരു ബീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പൊ നോർമലി ഒരു ബീമില് നമുക്കറിയാം, ബീമിന്റെ ഡിസൈൻ നമ്മൾ DCS 1 പഠിച്ചതാണ്. ഇപ്പൊ 4 numbers ഓഫ് ഇത്ര mm ഡയാബാസ് അല്ലെങ്കിൽ 3 numbers ഓഫ് ഇത്ര mm ഡയാബാസ് അങ്ങനെ പറഞ്ഞിട്ടാ കൊടുക്കുക. അപ്പൊ അത് നമ്മൾ ഈ AC എന്ന് പറയുന്ന ഫേസിനോട് ചേർത്തിട്ടാണ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൗണ്ടർ ഫോഴ്സിലെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അത് 3, 4, 5 നമ്പേഴ്സ് ആവാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയയുടെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഇതുപോലെയാണ് കൗണ്ടർ ഫോഴ്സ് ഉള്ളത്. അപ്പൊ ഇവിടെ ഈ ഫേസിന് അലോങ് ആയിട്ട് 1, 2, 3, 4 അങ്ങനെ നമുക്ക് എത്ര നമ്പേഴ്സ് ആണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ ഈ ഫേസിന് പാരലൽ ആയിട്ടാണ് മെയിൻ ബാസ് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പർട്ടിക്കുലർ കവർ കൊടുത്തിട്ട് ആ കവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഓക്കെ, ആസ് ദ ഔട്ടർ ഫേസ് AC ഈസ് ഇൻ ടെൻഷൻ. അപ്പൊ ACയിൽ എങ്ങനെയാ ടെൻഷൻ വരുന്നതെന്നുള്ള ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആ AC എന്ന് പറയുന്നതിന് പാരലൽ ആയിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The depth of the T-beam is considered as the depth of junction of stem and base and taken as shown in figure. അപ്പൊ ഈ T-beamന്റെ ഡെപ്ത് നമ്മൾ എടുക്കുക. ഓക്കെ, അതായത് ഇപ്പൊ കറസ്പോണ്ടിങ് ഈ കൗണ്ടർ ഫോഴ്സിന് ഒരു T-beam പോലെ വേരിയിങ് സെക്ഷൻ ആയിട്ടുള്ള ഒരു T-beam പോലെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ T-beamന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഡെപ്ത് ദ ജംഗ്ഷൻ ഓഫ് സ്റ്റെം ആൻഡ് ബേസ്. ഓക്കെ, സ്റ്റെം ആൻഡ് ബേസ് സ്ലാബ്. ഓക്കെ, അപ്പൊ ഇതാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ആണ്. ഇപ്പൊ ഈ ഫിഗർ പ്രകാരം B ആണ് ഡെപ്ത് ഓഫ് കൗണ്ടർ ഫോഴ്സ് എന്ന് നമ്മൾ പറയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു T-beam പോലെയാണ്. ഓക്കെ, അപ്പൊ ഈ T-beamന്റെ ഡെപ്ത് എന്ന് പറയുന്നത് വേരിയിങ് ആയതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷനിലേക്കുള്ള ഡെപ്ത് ആണ് കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് ഇതിന് ഈ കൗണ്ടർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ജംഗ്ഷനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡെപ്ത് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അപ്പൊ ഈ ഫിഗർ പ്രകാരമാണെങ്കിൽ B. ഓക്കെ, സിമിലർലി the depth of T-beam is considered as depth at the junction of stem and base. അതായത് സ്റ്റെമ്മിന്റെയും ബേസ് സ്ലാബിന്റെയും ഓക്കെ ജംഗ്ഷൻ ആണ്. അതാണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന B എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. The spacing of counterforce is kept about 3 to 3.5 meter and thickness of counterforce may be taken as same as that of base slab. അപ്പോൾ കൗണ്ടർ ഫോഴ്സിന്റെ സ്പേസിംഗ് നമ്മൾ 3 മുതൽ 3.5 മീറ്റർ വരെയും, അതുപോലെ കൗണ്ടർ ഫോഴ്സിന്റെ തിക്നെസ് ബേസ് സ്ലാബിന്റെ തിക്നെസ് സെയിം ആയിട്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം, അങ്ങനെ എടുക്കാം. ഓക്കെ, അങ്ങനെ തന്നെ എടുക്കണം എന്നല്ല, അങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. മിനിമം ഒരു 0.3 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് 300 mm എങ്കിലും
അതിന്റെ തിക്നെസ് ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്പേസിംഗ് എന്നുള്ളത് കൗണ്ടർ ഫോഴ്സിന്റെ സ്പേസിംഗ് എന്നുള്ളത് 3 മുതൽ 3.5 മീറ്റർ വരെയും. ഓക്കെ, ഇതിന്റെ സ്പേസിംഗ് 3 മുതൽ 3.5 മീറ്റർ വരെയും. അതുപോലെ ഇതിന്റെ തിക്നെസ് ഒരു 0.3 മീറ്റർ, അതായത് 300 mm എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് സ്ലാബിന്റെ സെയിം തിക്നെസ് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. എന്നാൽ ഈ കണ്ടീഷൻ 0.3നേക്കാളും കൂടുതൽ ഉണ്ടാവണം എന്നുള്ള കാര്യം അവിടെ എപ്പോഴും. കൗണ്ടർ ഫോഴ്സ് ആർ ഡിസൈൻ ഫോർ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഗിവൺ ബൈ. അപ്പൊ കൗണ്ടർ ഫോഴ്സ് നമ്മൾ കറസ്പോണ്ടിങ് ഒരു ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. അതായത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതും ടെൻഷൻ വരുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഏത് ഫേസിലാണ് എവിടെയാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്, ബീമിൽ കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം എന്നൊക്കെ പഠിച്ചു. അപ്പൊ ആ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. ആ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൗണ്ടർ ഫോഴ്സ് ആർ ഡിസൈൻ ഫോർ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഗിവൺ ബൈ എം ആക്സ് ഈസ് ഈക്വൽ ടു K gamma HQ by 6 into L. ഓക്കെ, അപ്പം ഇതില് K എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. ഗാമ എന്ന് പറയുന്നത് എന്താന്നുള്ളത് അറിയാം, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് അറിയാം. ഓക്കെ, H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ എബോവ് ബേസ് ആണ്. ബേസിന് അതായത് ബേസ് സ്ലാബിന്റെ മേലോട്ടുള്ള ഹൈറ്റ് ആണ് റീറ്റെയിനിങ് വാളിന്റെ. ഓക്കെ, ഓവറോൾ ഹൈറ്റ് അല്ല, ബേസ് സ്ലാബിന്റെ മേലോട്ടുള്ള ഹൈറ്റ്. ഓക്കെ, ആ ബേസ് സ്ലാബിന്റെ തിക്നെസ് കുറച്ചിട്ടുള്ള, ഓവറോൾ ഹൈറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹൈറ്റ് ബേസ് സ്ലാബിന്റെ തിക്നെസ് കുറച്ചിട്ടുള്ള സ്മോൾ ലെറ്റർ H. L എന്ന് പറയുന്ന സ്പേസിംഗ് ഓഫ് കൗണ്ടർ ഫോഴ്സ്, അതായത് 3 to 3.5 മീറ്റർ ആണ് സ്പേസിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞു. നമ്മൾ എത്രയാണോ അഡോപ്റ്റ് ചെയ്യുന്നത് അതാണ് L എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ആ ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് അതിന്റെ എത്രയാണോ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഡയഡ് ഇത്ര നമ്പർ ഓഫ് ബാർസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൗണ്ടർ ഫോഴ്സിൽ കൊടുക്കും. അത് ടെൻഷൻ ഫേസിന് പാരലായിട്ട്, അതായത് AC എന്ന് പറയുന്ന ഫേസിന് ഇപ്പൊ ഫിഗറിൽ കാണിച്ചതുപോലെ അതിന് പാരലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൗണ്ടർ ഫോഴ്സിൽ പറയാനായിട്ടുള്ളത്, ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതൊരു ടി ബീം പോലെയാന്ന് പറഞ്ഞു. ടി ബീം എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു അല്ലെ. ടി ബീം എങ്ങനെയാന്നുള്ളത് കാണിച്ചു. 2 എൻഡ് സപ്പോർട്ട് ഉണ്ട്, ഒരു എൻഡിൽ ഒരു ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീ ആണ്. അതിലെങ്ങനെയാണ് നമ്മൾ ഡെപ്ത് കൗണ്ടർ ഫോഴ്സിൽ എടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഇതിന്റെ ബിഹേവിയർ പറഞ്ഞു, എങ്ങനെയാ കൗണ്ടർ ഫോഴ്സ് ഇവിടെ ഈ ഒരു ഓരോ പോർഷന്റെയും ബിഹേവിയർ, സ്റ്റെമ്മിന്റെയും ഹീലിന്റെയും ബിഹേവിയർ എന്ന് പറയുന്നത് കൗണ്ടർ ഫോഴ്സിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോകാൻ വേണ്ടിയിട്ടാണ്. ലോഡ്സ് വരുമ്പോൾ അതുപോലെ ലാറ്ററൽ പ്രഷർ ഒക്കെ വരുമ്പോൾ അപ്പം ടെൻഷൻ ആണ് കൗണ്ടർ ഫോഴ്സിൽ വരുന്നത്. അപ്പൊ AC എന്ന് പറയുന്ന ഫേസിന് അലോങ് ആയിട്ടാണ് മാക്സിമം ടെൻഷൻ വരുന്നത്. അപ്പൊ മെയിൻ ബാസ് ആ ഒരു ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിന്റെ ജനറൽ ആയിട്ടുള്ള സ്പേസിങ്ങും അതുപോലെ അതിന്റെ തിക്നെസ്സും പറഞ്ഞു. അതുപോലെ ഏത് ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൗണ്ടർ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൗണ്ടർ ഫോഴ്സിന്റെ ഡിസൈൻ ക്രൈറ്റീരിയസിനെ കുറിച്ച് ചോദിച്ചാൽ പറയേണ്ടത്. നെക്സ്റ്റ് വൺ, ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ്. ഹീൽ സ്ലാബിന്റെ ഡിസൈൻ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒന്ന് കൗണ്ടർ ഫോഴ്സിന്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ കൗണ്ടർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ഓരോ ഡയമെൻഷൻസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പറഞ്ഞു, ജനറൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ സ്റ്റെമ്മിന്റെ കേസ് പറഞ്ഞു, അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ കേസ് കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ ഡിസൈൻ കൺസെപ്റ്റും പറഞ്ഞു. ഇനി ഹീൽ സ്ലാബ് സിമിലർ ടു സ്റ്റെം തന്നെയാണ്. ഓക്കെ, സ്റ്റെമ്മിലുള്ള പോലെ തന്നെ, കാരണം കൗണ്ടർ ഫോഴ്സ് കണക്ട് ചെയ്യുന്നത് സ്റ്റെമ്മിനെയും ഹീൽ സ്ലാബിനെയുമാണ്. ഒരു കണ്ടിന്യൂസ് സ്ലാബ് പോലെയാണ് ഹീൽ സ്ലാബും ആക്ട് ചെയ്യുന്നത്, സ്റ്റെം ആക്ട് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, ദ ഹീൽ സ്ലാബ് ബിഹേവ്സ് ലൈക്ക് ദ സ്റ്റെം. ഇറ്റ് ആക്ട്സ് ആസ് എ കണ്ടിന്യൂസ് സ്ലാബ് സപ്പോർട്ടിംഗ് ഓൺ 3 edges ആൻഡ് സബ്ജക്റ്റഡ് ടു ഡൗൺവേർഡ് വെയിറ്റ് ഓഫ് ബാക്ക് ഫിൽ ആൻഡ് അപ്വേർഡ് സോയിൽ പ്രഷർ. അപ്പൊ ഹീൽ സ്ലാബിൽ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാ? ഒന്ന്, ആ സോയിലിന്റെ വെയിറ്റ് വരും. ഓക്കെ, അതായത് ഇവിടെ വരുന്ന സോയിലിന്റെ ഈ ഒരു പോർഷനിൽ വരുന്ന സോയിലിന്റെ വെയിറ്റ് വരും ഈ ഹീൽ സ്ലാബിലേക്ക്. പിന്നെ താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ ഉണ്ട്. അത് നമ്മൾ പഠിച്ചിരുന്നു, കാന്റിലിവർ റീറ്റെയിനിങ് വാളിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പഠിച്ചിരുന്നു. അപ്പൊ ആ 2 ഫോഴ്സസ് ആണ് ഈ ഹീൽ സ്ലാബിലേക്ക് വരുന്നത്. ദ റിസൾട്ടന്റ് ലോഡ് P ആക്ട്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ റിസൾട്ടന്റ് ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യാന്ന് നമുക്കറിയാം. കാരണം ഹീൽ സ്ലാബിന്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് അപ്വേർഡ് സോയിൽ പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. ടോ സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരുന്നത്.
അതുപോലെ തന്നെ അവിടെ റീറ്റെയിൻ ചെയ്യുന്ന എർത്തിന്റെ വെയിറ്റ് വളരെ കൂടുതലുമാണ്. അപ്പൊ മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷറും താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ലോഡും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടന്റ് ലോഡ് എപ്പോഴും താഴോട്ട് തന്നെയായിരിക്കും. ഹീൽ സ്ലാബിൽ അല്ലെ, നമ്മൾ കാന്റിലിവർ റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ പഠിച്ചു, ഹീൽ സ്ലാബിൽ ലോഡ് ഡോമിനേറ്റ് ചെയ്യുന്നത് താഴോട്ടേക്കാണ്. അപ്പൊ റിസൾട്ടന്റ് ലോഡ് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും ഇവിടെയും. Okay, resultant load P acts in downward direction, so the heel slab deflect downwards, causing tension at the bottom face in between the counterforce and at the top face near the counterforce. അപ്പം ഇത് ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിസൾട്ടന്റ് ലോഡ് ഡോമിനന്റ് ആയിട്ടുള്ള ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ റിസൾട്ടന്റ് ലോഡിന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട്, ഓക്കെ, കാരണം താഴോട്ട് ആക്ട് ചെയ്യുന്ന ആ സോയിന്റെ ലോഡാ കൂടുതൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് റിസൾട്ടന്റ് ലോഡ് താഴോട്ടായിരിക്കും. അപ്പം ഹീൽ സ്ലാബിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് താഴോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്യാനായിരിക്കും, നമ്മുടെ സ്റ്റെമ്മ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, അതായത് താഴോട്ടേക്ക് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ആ ലോഡ് ആക്ട് ചെയ്യുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടെൻഷൻ വരാം. ഓക്കെ, അപ്പൊ താഴോട്ടേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുക, കോസിങ് ടെൻഷൻ എടുത്ത ബോട്ടം ഫേസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് ആൻഡ് അറ്റ് ദ ടോപ്പ് ഫേസ് നിയർ ദ കൗണ്ടർ ഫോഴ്സ്. അതായത് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആവുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഗിങ്ങും സാഗിങ്ങും ഉണ്ട്. അപ്പം ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് സ്ലാബിൽ ടെൻഷൻ വരുന്നത് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ഫേസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ കൗണ്ടർ ഫോഴ്സിന്റെ ഇടയിലാണെങ്കിൽ ടെൻഷൻ വരുന്നത് ബോട്ടത്തിലും, അതുപോലെ കൗണ്ടർ ഫോഴ്സിലാണെങ്കിൽ കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന ലൊക്കേഷനിലാണെങ്കിൽ ടെൻഷൻ വരുന്നത് ടോപ്പ് ഫേസിലും ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഹീൽ സ്ലാബ് ആണ്. ഹീൽ സ്ലാബ് ബെൻഡ് ചെയ്യുന്നത് താഴോട്ടേക്കാണ് ബെൻഡ് ചെയ്യുക. താഴോട്ടേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് സ്ലാബ് പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ബോട്ടത്തിലാണ് ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ടെൻഷൻ വരുന്നത് ബോട്ടം ഫേസിലാണ്. ഓക്കെ, ഇത് ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് ആണ്. ഈ പോർഷനിൽ ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് ആയതുകൊണ്ട് ടെൻഷൻ ബോട്ടത്തിലാണ്. കൗണ്ടർ ഫോഴ്സിലേക്ക് വരുമ്പോൾ ടെൻഷൻ ടോപ്പിലാവും, ടോപ്പ് സോണിലാവും. കാരണം ഫിക്സിറ്റി കാരണം, സപ്പോർട്ടാണ്. ഫിക്സിറ്റി കാരണം ഇവിടെ ഹോഗിങ് വെൻഡി മൊമെന്റ് ആയിരിക്കും. ഹോഗിങ് വെൻഡി മൊമെന്റ് ആകുമ്പോൾ ഈ ഹീൽ സ്ലാബിന്റെ ടോപ്പ് ഫേസിനോട് ചേർന്നിട്ടാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൗണ്ടർ ഫോഴ്സിനോട് ചേർന്ന ലൊക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ ബോട്ടം ഫേസിലാണ്, കാരണം ടെൻഷൻ ബോട്ടം ഫേസിലാണ്. അതുപോലെ കൗണ്ടർ ഫോഴ്സിൽ വരുമ്പോൾ ടെൻഷൻ ടോപ്പ് ഫേസിലാവും. ബെൻഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്, ടെൻഷൻ ബോട്ടത്തില്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ബോട്ടത്തിൽ കൊടുക്കും, കൗണ്ടർ ഫോഴ്സ് അല്ലെങ്കിൽ സപ്പോർട്സിൽ വരുമ്പോൾ ഇവിടെ ടോപ്പ് ഫേസിലും കൊടുക്കും. ഓക്കെ, നമ്മള് സ്റ്റെമ്മിൽ പഠിച്ച അതേപോലെ തന്നെ നോർമൽ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെയും റിസൾട്ടന്റ് ലോഡ് പി ആണ്. റിസൾട്ടന്റ് ലോഡ് പി ആവുമ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് PL²/16. അതുപോലെ കൗണ്ടർ ഫോഴ്സ് പോർഷനിൽ വരുന്ന നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, അതായത് ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് PL²/12 ആണ് കൗണ്ടർ ഫോഴ്സിൽ. ഇവിടെ WL²/12, അതുപോലെ ഇൻ ബിറ്റ്വീൻ WL²/16 പറഞ്ഞതുപോലെ ഇവിടെ റിസൾട്ടന്റ് ലോഡ് എന്ന് പറയുന്നത് മേലോട്ട് ആക്ട് ചെയ്യുന്നതും താഴോട്ട് ആക്ട് ചെയ്യുന്ന എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ടന്റ് ലോഡ് ഡൗൺവേർഡ് ആണ്. അപ്പൊ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് P. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് PL²/16 ആൻഡ് നിയർ ദ കൗണ്ടർ ഫോഴ്സ് PL²/12 ആണ്. ഇത് സാഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ് PL²/16, ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ് PL²/12. Okay, the resultant load P acts in the downward direction, so the heel slab deflects downward, causing tension at the bottom. Causing tension at the bottom face in between the counter force and at the top face near the counter force. Okay, അപ്പം between the counter force ടെൻഷൻ ബോട്ടത്തിലാണ്, നിയർ ദ കൗണ്ടർ ഫോഴ്സിൽ ടെൻഷൻ ടോപ്പിലാണ്. The maximum negative moment occurs at the counter force and may be assumed as PL²/12. The maximum positive negative moment may be assumed as PL²/16. Next one, design of toe slab. The design of toe slab in a counter force retaining wall is same as that in a cantilever retaining wall. It behaves like cantilever, bending upward due to soil pressure. If counter force are also provided on the toe slab, then it also acts like a continuous slab supported on counter force. അപ്പം
ടോ സ്ലാബ് എന്ന് പറയുന്നത് നോർമലി കാൻഡിലിവർ റീറ്റെയിനിങ് വോളിലുള്ള പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ടോ സ്ലാബിന്റെ ഒരു എൻഡ് ഫ്രീ ആണ്, അനദർ എൻഡ് ബേസ് സ്ലാബിൽ സപ്പോർട്ടഡ് ആണ്. അതായത് ഒരു കാൻഡിലിവർ പോലെ തന്നെ ആക്ട് ചെയ്യുന്നു, കാൻഡിലിവർ സ്ലാബ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കാൻഡിലിവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ ടോ സ്ലാബിൽ ഡോമിനന്റ് ആയിട്ടുള്ളത് അപ്വേർഡ് പ്രഷർ ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നു. കാരണം ടോ സ്ലാബിന്റെ മേലെ വരുന്ന ആ ഫ്രണ്ട് ഫിൽ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആണ്, അത് നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെയുള്ള അപ്വേർഡ് ആയിട്ടുള്ള സോയിൽ പ്രഷർ ആണ്. അപ്വേർഡ് ആയിട്ടുള്ള സോയിൽ പ്രഷർ ആണ് ഇവിടെ ഡോമിനന്റ് ആയിട്ട് വരുന്ന ടോ സ്ലാബിൽ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പം ഡിസൈൻ ഓഫ് ടോ സ്ലാബ് ഇൻ കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോൾ ഈസ് സെയിം ആസ് ദാറ്റ് ഇൻ കാൻഡിലിവർ റീറ്റെയിനിങ് വോൾ. ഓക്കെ, ബെൻഡ് ചെയ്യുന്നത് അപ്വേർഡ് ആണ്, കാൻഡിലിവർ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നത്. ബെൻഡ് ചെയ്യുന്ന അപ്വേർഡ് ആണ്, കാരണം ഡോമിനന്റ് അപ്വേർഡ് സോയിൽ പ്രഷർ ആണ്. ഓക്കെ, ഇപ്പൊ കൗണ്ടർ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ കണക്ട് ചെയ്തിട്ട് ടോ സ്ലാബിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് കൗണ്ടർ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ട് ആക്ട് ചെയ്തേനെ. എന്നാൽ അങ്ങനെയില്ല. അപ്പൊ കാൻഡിലിവർ ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കാൻഡിലിവറിന്റെ അതേ ബിഹേവിയർ, കാൻഡിലിവർ റീറ്റെയിനിങ് വോളിൽ എങ്ങനെയാണോ ടോ സ്ലാബ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ടോ സ്ലാബിന്റെ ബിഹേവിയർ, അതിന്റെ ഡിസൈനും അതുപോലെ തന്നെയാണ്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോൾ. കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോളിന്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ പുതുതായിട്ട് വരും, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സ്പേസിംഗ് ഓഫ് കൗണ്ടർഫോർട്ട് ഈസ് ഈക്വൽ ടു 3 to 3.5 മീറ്റർ. അപ്പോൾ കൗണ്ടർഫോർട്ടിന്റെ സ്പേസിംഗ് നമ്മൾ 3 മുതൽ 3.5 മീറ്റർ വരെയാണ് എടുക്കുക. തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് h/10 to h/15. നമ്മൾ നോർമലി കാൻഡിലിവറിൽ എടുക്കുന്ന പോലെ തന്നെ ബേസ് സ്ലാബിന്റെ തിക്നെസ് അസ്യൂം ചെയ്യുന്നത് ടോട്ടൽ ഹൈറ്റിന്റെ h/10 to h/15 ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റിനെ ഡിവൈഡ് ബൈ 10ഉം ഡിവൈഡ് ബൈ 15ന്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ആണ് എടുക്കുക. നമ്മൾ ഇതിൽ കാൻഡിലിവറിൽ ചെയ്തപ്പോൾ h/12 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു, അതുപോലെ നമുക്ക് എടുക്കാം. h/20 h/15ന്റെ ഇടയ്ക്ക് വരണമെന്നേ ഉള്ളൂ. അതിനേക്കാളും കുറയാനോ കൂടാനോ പാടില്ലാത്ത രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യും. നോർമലി ഒരു റേഞ്ച് പറഞ്ഞതാണ്. നെക്സ്റ്റ് ബേസ് വിഡ്ത്ത് 0.6h to 0.7h. ഓക്കെ, അതായത് ബേസ് സ്ലാബിന്റെ വിഡ്ത്ത് ആണ്. ടോട്ടൽ ഹൈറ്റിന്റെ 0.6 to 0.7h ആണ് കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോളിൽ അസ്യൂം ചെയ്യുക. ടോ പ്രൊജക്ഷൻ, ടോ സ്ലാബിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ബേസ് സ്ലാബിന്റെ വിഡ്ത്തിന്റെ 1/4. നമ്മൾ കാൻഡിലിവറിൽ 1/3 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെ? 1/3 ആണ്. ഇതിൽ 1/4 നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ വിഡ്ത്ത് ഓഫ് കൗണ്ടർഫോർട്ട്, കൗണ്ടർഫോർട്ടിന്റെ വിഡ്ത്ത് അതായത് തിക്നെസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.05h. അതായത് ടോട്ടൽ ഹൈറ്റിന്റെ 0.05h ആയിരിക്കും. ഓക്കെ, എച്ചിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ടോട്ടൽ 6 മീറ്റർ ഹൈറ്റ് വരെയാണ് കാൻഡിലിവർ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ മേലോട്ട് വരുമ്പോൾ 6 മീറ്ററിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ കൗണ്ടർ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ 6 മീറ്ററിൽ കൂടുതലാണെങ്കിൽ, ഇപ്പൊ 6 ആണെങ്കിൽ 0.05 into 6 എന്ന് പറയുമ്പോൾ അത് 300 mm ആണ് വരുന്നത്. 300-നേക്കാളും കൂടുതൽ ഉണ്ടാവും, അല്ലെ? അപ്പം മിനിമം 300 ആയിരിക്കണം കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഷാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.05h എന്നുള്ളതാണ് ആ കൗണ്ടർഫോർട്ടിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്പേസിംഗ് പറഞ്ഞു, ബേസ് സ്ലാബിന്റെ തിക്നെസ് പറഞ്ഞു കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോളിൽ, അതിന്റെ ബേസ് വിഡ്ത്ത് പറഞ്ഞു, ടോപ്പ് പ്രൊജക്ഷൻ എത്ര ഉണ്ടാവണം എന്ന് പറഞ്ഞു. ടോപ്പ് പ്രൊജക്ഷൻ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബേസ് സ്ലാബിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോളിലെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗിന്റെ ഫിഗർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പം ചോദിക്കാം. നമ്മൾ ഈ ഫിഗർ വരച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓരോന്നിന്റെ ബിഹേവിയറും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം, ഫിഗർ വരയ്ക്കാനും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ആ ടോപ്പിക്കും ഓരോന്നിന്റെ ബിഹേവിയറും എഴുതാനായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ചിലപ്പോൾ 10 മാർക്കിനായിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, 10 അല്ലെങ്കിൽ 15 മാർക്കിനും ചോദിക്കാം. ഫുള്ളായിട്ട് ഇതിന്റെ ഓരോ കമ്പോണൻസിന്റെ ബിഹേവിയറും ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗും പറഞ്ഞിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഏതൊക്കെയാന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ടോ സ്ലാബിന്റെ ബിഹേവിയർ കാൻഡിലിവർ പോലെ തന്നെയാന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളത് അപ്വേർഡ് ആക്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പൊ അപ്വേർഡ് ആക്ട് ചെയ്യുന്ന പ്രഷർ കാരണം ടെൻഷൻ വരുന്നത്, ഇപ്പൊ കാൻഡിലിവർ ആകുമ്പോൾ ആ ലോഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഫേസിൽ തന്നെയായിരിക്കും ടെൻഷൻ വരുന്നത്. ഓക്കെ,
അപ്പം ഇവിടെ ഈ ഒരു ഫേസിൽ തന്നെയാണ്, അതായത് ബോട്ടം ഫേസ് താഴേന്ന് മേലോട്ടേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫേസിൽ തന്നെയാണ് ടെൻഷൻ വരുന്നത്. അപ്പൊ മെയിൻ ബാസ് വരുന്നത് ഇവിടെ ഈ ഫേസിനോട് ചേർന്നിട്ട് തന്നെയായിരിക്കും, ലോഡ് ആക്ട് ചെയ്യുന്ന ഫേസിനോട് ചേർന്നിട്ട് തന്നെയായിരിക്കും. അതാണ് ഇവിടെ മെയിൻ ബാസ് ഫോർ ടോ സ്ലാബ് എന്ന് കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ്. ഓക്കെ, ഈ റൗണ്ട് കാണുന്നതും അതുപോലെ തന്നെ ടോപ്പ് സോണിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ് ടോയില്. അപ്പൊ അത് ഡിസ്ട്രിബ്യൂഷൻ ബാസ് എന്നുള്ള മാർക്ക് ചെയ്തു. ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാലോ, ഇത് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിലുള്ള ലെവലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോ സ്ലാബിന്റെ കേസ് പറഞ്ഞു. ഇനി നിങ്ങൾക്കറിയാം സ്റ്റെമ്മും അതുപോലെ തന്നെ ഹീൽ സ്ലാബും ബിഹേവ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സ്ലാബ് പോലെയാന്ന് പറഞ്ഞു. അപ്പൊ കണ്ടിന്യൂസ് സ്ലാബ് ആയതുകൊണ്ട് ഇവിടെ ബെൻഡിങ് എന്ന് പറയുന്നത് കാൻഡിലിവറിൽ ബെൻഡ് ചെയ്യുന്നത് പോലെയല്ല വരുന്നത്. കാൻഡിലിവറിൽ എങ്ങനെയാ ബെൻഡ് ചെയ്യുന്നത്? കാൻഡിലിവറിൽ ബെൻഡ് ചെയ്യുന്നത് ഈ രീതിയിലാ കേവ് വരുന്നത് ബെൻഡ് ചെയ്യുമ്പോൾ, അല്ലെ? ഈ രീതിയിലാ കേവ് വരിക ബെൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഈ രീതിയിലാ വരിക. എന്നാൽ ഇവിടെ ഇങ്ങനെയല്ല, സൈഡ് വൈസ് ആ കേവ് വരിക. ഓക്കെ, സപ്പോർട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈഡ് വൈസ് ആണ് അതിന്റെ കേവ് വരിക. അപ്പോൾ അതിനനുസരിച്ച് ആ ബെൻഡിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ മെയിൻ ബാസ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വേണം, ഈ റൗണ്ട് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതാണ് മെയിൻ ബാസ് വരിക. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗണ്ടർ ഫോർട്ടിലൂടെ കട്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിവിടെ വരച്ചിരിക്കുന്ന സെക്ഷണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വെൻ സെക്ഷൻ ഈസ് കട്ട് ത്രൂ കൗണ്ടർ ഫോർട്ട് ആണ്. അപ്പൊ കൗണ്ടർ ഫോർട്ടിലൂടെ കട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന മെയിൻ ബാസ് ഒക്കെ കൗണ്ടർ ഫോർട്ടിൽ വരുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പം മെയിൻ ബാസ് സ്റ്റെമ്മിലാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആവുമ്പോൾ മെയിൻ ബാസ് എന്ന് പറയുന്നത് ഔട്ടർ ഫേസിലും അതുപോലെ തന്നെ കൗണ്ടർ ഫോർട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഫേസിലും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഹീൽ സ്ലാബിന്റെ കേസിലാണെങ്കിൽ മെയിൻ ബാസ് വരുന്നത് ബോട്ടം ഫേസിലാണ് ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോർട്സ്. എന്നാൽ കൗണ്ടർ ഫോർട്സിൽ വരുന്ന സമയത്ത് ടോപ്പ് ഫേസിലാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് കൗണ്ടർ ഫോർട്സിലാണ് ഈ സെക്ഷൻ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ബാസ്. ഓക്കെ, മെയിൻ ബാസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ ബാസ്. ഈ കാണുന്നത് മെയിൻ ബാസ് ആണ്. എന്നാൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് മെയിൻ ബാസ് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോർട്സ്. ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോർട്സ് ആകുമ്പോഴാണ് ഇത് മെയിൻ ബാസ് വരുന്നത്. ദാറ്റ് ഇസ് മിഡ് സ്പാനിൽ. ഓക്കെ, മിഡ് സ്പാനിലാണ്, അതായത് കൗണ്ടർ ഫോർട്സിന്റെ ഇടയിൽ വരുന്ന പോർഷനിലാണ് ഇപ്പുറത്തെ ഔട്ടർ ഫേസിലുള്ള റീഇൻഫോഴ്സ്മെന്റ് മെയിൻ ബാസ് ആവുന്നത്. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് കൗണ്ടർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ മെയിൻ ബാസ് എന്ന് പറയുന്നത് ഇന്നർ ഫേസിലായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാൻഡിലിവറിലായിരുന്നെങ്കിൽ, കാൻഡിലിവർ പോർഷൻ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരുന്നെങ്കിൽ മെയിൻ ബാസ് കുത്തനെ ആയിരിക്കും, വെർട്ടിക്കലി ആയിരിക്കും. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് ആയപ്പോൾ ഇവിടെ സപ്പോർട്ട് ഇവിടെ വന്ന സമയത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്നത് ഈ സൈഡ് വൈസ് ആണ് ബെൻഡിങ് വരുന്നത്, ഹൈറ്റ് വൈസ് അല്ല. ആ ഒരു വ്യത്യാസം ഓർക്കണേ. അതുകൊണ്ടാണ് മെയിൻ ബാസ് ആ ബെൻഡ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൗണ്ടർ ഫോഴ്സിലായതുകൊണ്ട് മെയിൻ ബാസ് എന്ന് പറയുന്നത് ഇന്നർ ഫേസിലാണ് റൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ മെയിൻ ബാസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതായിരിക്കും, റൗണ്ട് ആയിട്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ് വെർട്ടിക്കലി ഉണ്ടാവുക. ഇപ്പം കാൻഡിലിവർ റീറ്റൈനിങ് വാളിലാണെങ്കിൽ വെർട്ടിക്കലി ഉള്ള മെയിൻ ബാറും റൗണ്ട് ആയിട്ട് കാണിക്കുന്ന ഡിസ്ട്രിബ്യൂഷനുമാണ്. ഇവിടെ നേരെ തിരിച്ചായിരിക്കും. ആ ഒരു കാര്യം ഓർക്കണേ. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായല്ലോ. ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാറും റൗണ്ട് ആയിട്ടുള്ള മെയിൻ ബാസുമാണ്. ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ മെയിൻ ബാസ് എന്ന് പറയുന്ന ഔട്ടർ ഫേസിലും, അതുപോലെ കൗണ്ടർ ഫോഴ്സിലാണെങ്കിൽ മെയിൻ ബാസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റെമ്മിന്റെ മെയിൻ ബാസ് എന്ന് പറയുന്നത് ഇന്നർ ഫേസിലുമാണ്. അപ്പൊ മെയിൻ ബാസ് ഇവിടെ ശരിക്കും ഇന്നർ ഫേസിലാണ്. ഞാൻ വരച്ച ഫിഗർ പ്രകാരം ഞാനിത് ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ മെയിൻ ബാസ് ഇതാന്ന് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ ഹീൽ സ്ലാബിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഹീൽ സ്ലാബ് ബെൻഡ് ചെയ്യുന്നത് താഴോട്ടേക്കാണ്. ഓക്കെ, താഴോട്ടേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതും കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ബാർ എന്ന് പറയുന്നത് റൗണ്ട് ആയിട്ടുള്ളത് തന്നെയാണ് ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ കാൻഡിലിവർ ആണെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടലി ഉള്ളതായിരിക്കും, അതായത് ഈ ഡയറക്ഷൻ ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിരിക്കും കാൻഡിലിവർ ബിഹേവിയർ ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് വരിക. എന്നാൽ ഇവിടെ സപ്പോർട്ട് വന്നതുകൊണ്ട് ബെൻഡിങ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, നമ്മളെ സ്റ്റെമ്മിൽ ചേഞ്ച് ചെയ്തതുപോലെ തന്നെ
ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് മെയിൻ ബാസ് ഈ റൗണ്ട് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കൗണ്ടർ ഫോഴ്സിലായതുകൊണ്ട് കൗണ്ടർ ഫോഴ്സിൽ മെയിൻ ബാസ് വരുന്നത്, അതായത് ഹീൽ സ്ലാബിൽ വരുന്ന മെയിൻ ബാസ് വരുന്നത് ടോപ്പിലാണ്. ഓക്കെ, അതുപോലെ ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് വരുന്ന ബോട്ടത്തിലുമാണ്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മെയിൻ ബാസ് ഫോർ ഹീൽ സ്ലാബ് എന്ന് പറയുന്ന ടോപ്പിലാണ്. ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ, ഇതിപ്പോ കൗണ്ടർ ഫോഴ്സിലായതുകൊണ്ട് ശരിക്കും മെയിൻ ബാസ് ഇതാണ്. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ മെയിൻ ബാസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ്, ദാറ്റ് ഈസ് മിഡ് സ്പാനിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഞാൻ വരച്ച ഫിഗർ പ്രകാരം മെയിൻ ബാസ് എന്ന് പറയുന്നത് ടോപ്പിലുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ ഇതാണ് മെയിൻ ബാസ് വരിക. ഓക്കെ, ഇത് ഹീൽ സ്ലാബിന്റെ കേസിലാണെങ്കിൽ ഈ ഇപ്പൊ വരച്ച കൗണ്ടർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചത് പ്രകാരം ഇതാണ് മെയിൻ ബാസ് വരിക. ഇൻ കേസ് നിങ്ങളോട് ഇപ്പൊ ഇൻ ബിറ്റ്വീൻ ദ കൗണ്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഈ ഹീൽ സ്ലാബിലെയും അതുപോലെ തന്നെ സ്റ്റെമ്മിലെയും ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ മെയിൻ ബാസ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലെ കാണിക്കണം. ഇതായിരിക്കും മെയിൻ ബാസ് വരിക ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ. അതുപോലെ ഇവിടെ ഹീൽ സ്ലാബിലും ബോട്ടത്തിലും ആയിരിക്കും. ആ ഒരു കാര്യം ഓർക്കണം. ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടും ഞാൻ ഇതിനകത്ത് മെയിൻ ബാസ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ മെയിൻ ബാസ് ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് എഴുതിയിട്ടുണ്ട്, അതേപോലെ ഇവിടെ മെയിൻ ബാസ് ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന സെക്ഷൻ വെൻ സെക്ഷൻ ഈസ് കട്ട് ത്രൂ കൗണ്ടർ ഫോഴ്സിലൂടെ കട്ട് ചെയ്യുമ്പോഴാണ്, കൗണ്ടർ ഫോഴ്സിലുള്ള സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് മെയിൻ ബാസ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടലി ഇപ്പൊ വരച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാസ് ആണ്. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ബാസിന് മെയിൻ ബാസ് ഞാൻ റൗണ്ട് ആയിട്ടുള്ളത് മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ടോ സ്ലാബിലതും സ്റ്റെമ്മിലെയും അതുപോലെ ഹീൽ സ്ലാബിലെയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കൗണ്ടർ ഫോഴ്സിലെ റീഇൻഫോഴ്സ്മെന്റ്. കൗണ്ടർ ഫോഴ്സിലെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ കാണിച്ച ഫിഗർ പ്രകാരം മുന്നേ ഞാൻ തിയറി എടുത്തവൻ പറഞ്ഞ പോലെ AC എന്ന് പറയുന്ന ഫേസ് ഇതാ അല്ലെ. അപ്പൊ അതിന് പാരലൽ ആയിട്ടാണ് മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ മെയിൻ ബാർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 or 4 റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്ത സെക്ഷൻ പ്രകാരം ഇവിടെ ഒന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അതിന്റെ സൈഡിലും ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ 4 ബാസ്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഈ ഫിഗർ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ 1, 2, 3, 4 ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന സെക്ഷനാണ്. അപ്പോൾ ഒന്നേ എനിക്ക് കാണുള്ളൂ. അപ്പൊ 3, 4, 5 ബാറുകളൊക്കെ ഉണ്ടാവും. നമ്പർ ഓഫ് ബാസ് ഉണ്ടാവും അവിടെ. ടീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ ബാസ് ഈ കൗണ്ടർ ഫോഴ്സിന്റെ ഈ ഒരു ഫേസിന് അലോങ് ആയിട്ട് പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഇതിലേക്ക് ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റിലേക്ക് ബെൻഡ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്ട്രിബ്യൂഷൻ ബാസിലേക്ക് കണക്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്താണ് സ്റ്റെമ്മിന്റെ. അതേപോലെ ഇവിടെയും ഹീൽ സ്ലാബിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബാസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഈ ഫിഗറിൽ കാണുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രീതിയിലാണ് മെയിൻ ബാർ കൊടുക്കുന്ന കൗണ്ടർ ഫോഴ്സിൽ ഇത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. ഇനി അത് മാത്രം പോരാ, ഇവിടെ ഈ എർത്ത് പ്രഷർ വരുന്ന കാരണം ഈ സ്റ്റെമ്മിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാണ്. അതായത് കൗണ്ടർ ഫോഴ്സിനെയും ഈ സ്റ്റെമ്മിനെയും സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ എർത്ത് പ്രഷർ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ടൈസ് കൊടുക്കണം എന്ന് പറയുന്നു, സിറപ്പ് പോലെ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടൈസ് ആണ്, അതായത് ഹൊറിസോണ്ടൽ സിറപ്പ്. ഓക്കെ, ഇതിനെ ചുറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് ഫേസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ അകത്ത് ഒരു ബാർ അല്ല ഈ കൗണ്ടർ ഫോഴ്സ് വരുന്ന 2, 3, 4 ഒക്കെ വരും. അപ്പൊ അതിനെ ചുറ്റിക്കൊണ്ടാണ് ഇവിടെ ഈ ടൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും കൗണ്ടർ ഫോഴ്സും അതുപോലെ തന്നെ സ്റ്റെമ്മും സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി, അതേപോലെ ഹീൽ സ്ലാബും കൗണ്ടർ ഫോഴ്സും സെപ്പറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലി നമ്മൾ സിറപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ ഈ കൗണ്ടർ ഫോഴ്സിന്റെ മെയിൻ ബാസിനെയും അതുപോലെ തന്നെ ഇവിടെ ഹീൽ സ്ലാബിലുള്ള ബാസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ സിറപ്സ് ആണ് വെർട്ടിക്കലി ഉള്ളത്, ഹീൽ സ്ലാബിനെയും കൗണ്ടർ ഫോഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട്. അതുപോലെ ഹൊറിസോണ്ടൽ സിറപ്സ് കൗണ്ടർ ഫോഴ്സിനെയും സ്റ്റെമ്മിനെയും കണക്ട് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൗണ്ടർ ഫോഴ്സിലെ റീഇൻഫോഴ്സ്മെന്റിനെയും സ്റ്റെമ്മിലെ റീഇൻഫോഴ്സ്മെന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ സിറപ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റ്സ്, അതുപോലെ ഹീൽ സ്ലാബിലുള്ള
റീഎൻഫോഴ്സ്മെന്റിനെ കൗണ്ടർ ഫോർട്ടിലെ റീഎൻഫോഴ്സ്മെന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ടൈ ചെയ്തുകൊണ്ട് വെർട്ടിക്കൽ ടൈസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റിറപ്സും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ റീഎൻഫോഴ്സ്മെന്റും ഇപ്പോൾ നമ്മൾ പറഞ്ഞു. എല്ലാ റീഎൻഫോഴ്സ്മെന്റ്സും എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മെയിൻ ബാസ് പോസ്റ്റ് ടേം ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ ഇപ്പുറത്തെ ഫേസിലായിരിക്കും. വെർട്ടിക്കൽ സ്റ്റിറപ്പ്, ഹൊറിസോണ്ടൽ സ്റ്റിറപ്പ്, മെയിൻ ബാസ് കൗണ്ടർ ഫോർട്ടിലെ. അതുപോലെ ഇവിടെ ടോ സ്ലാബിന്റെ മെയിൻ ബാർ ഇതാണ്, ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ് ബാക്കിയെല്ലാം. അതുപോലെ ഇവിടെയും മെയിൻ ബാർ എന്ന് പറയുന്ന റൗണ്ട് ആയിട്ടുള്ളതാണ്. മെയിൻ ബാർ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ പ്രകാരം ഇതാണ്. ഇൻ ബിറ്റ്വീൻ കൗണ്ടർ ഫോഴ്സ് ആണെങ്കിൽ ബോട്ടത്തിലാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ബാർസ്.